എത്ര ദൂരമാണെങ്കിലും ഞാൻ വിസ്തൃത മഹിഷറയിൽ വന്നു ചേരും. ജനിമൃതികൾക്കിടയിലെ മണ്ണിലെൻ ജീവിതം ജീവനാഥ നിന്നെ വാഴ്ത്തിയിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. അല്ലാഹുമ്മ റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബിനാ വഇലൈക്കൽ മസീർ. ജയ്ഹിന്ദ് ടിവിയിലെ പ്രിയങ്കരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക്, ദീനീ സ്നേഹികൾക്ക്, പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ അണിയിച്ചൊരുക്കുന്ന അൽ ജവാബ് എന്ന മനോഹരമായ ഇൽമിൻ്റെ, അറിവിൻ്റെ, അദബിൻ്റെ അഴകായ തീരത്തിലേക്ക് സ്വാഗതം. അൽഹംദുലില്ലാ, സർവേശ്വരനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കി അതിൻ്റെ ലളിതമായ ശൈലിയിലും ഭാഷയിലും അതിൻ്റെ അർത്ഥവും ഉത്സാരവും ഒക്കെ ഗ്രഹിച്ചുകൊണ്ടുള്ള നമ്മുടെ യാത്ര സ്വർഗത്തിലേക്ക് അള്ളാഹു വിളിക്കുന്ന യാത്രയാക്കുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ച രാവിലെ ഈ കുറഞ്ഞ സമയം അള്ളാഹുവിൻ്റെ ഖുർആനിനെ മുത്തമിടാൻ വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് നമ്മുടെ ഖബറിലും പരലോകത്തും ഖുർആൻ ഒരു തണലേക്ക് നമ്മളോടൊപ്പം നിൽക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സൂറത്ത് നാസിആത്തിലെ ഏറ്റവും അവസാനത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നാം കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, ഖിയാമത്ത് നാൾ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അള്ളാഹിൻ്റെ റസൂലിനോട്, എപ്പോഴാണ് ആകാശം തകരുന്നത്, എപ്പോഴാണ് ഭൂമി പിളരുന്നത്, അങ്ങനെ ഓരോന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണം, അങ്ങ് ആരാണ് അതിന് മറുപടി കൊടുക്കാൻ? അള്ളാഹു ആണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ്, അതുകൊണ്ട് അതൊക്കെ പടച്ചവനാണ് അറിയുക. ഞാൻ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളോട് പറഞ്ഞു തരാൻ വന്ന ആൾ മാത്രമാണെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ എന്ന് പറഞ്ഞതിന് ശേഷം ഇനി ഒരൊറ്റ ആയത്തുകൂടി സൂറത്തു നാസിആത്തിലുണ്ട്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. സൂറത്ത് നാസിആത്ത് എടുത്തു നോക്കിയാൽ അതിൻ്റെ ഏറ്റവും അവസാന ആയത്തായിട്ട് കാണാം. ബിസ്മില്ലാ. كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. അള്ളാഹിൻ്റെ റസൂലിനോട് അള്ളാഹു പറയാൻ, അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഖിയാമത്ത് നാളുണ്ടല്ലോ, അതിങ്ങനെ വന്നവരുടെ മുമ്പിൽ വന്നാൽ കഅന്നഹും യൗമ യറൗനഹാ, അതിനെ അവർ കാണുന്ന ദിവസം, ലം യൽബസു ഇല്ലാ അശിയത്തൻ ഔ ളുഹാഹാ, ഈ ദുനിയാവിൽ ഒരു രാത്രിയോ ഒരു പകലോ മാത്രം ജീവിച്ചതുപോലെ അവർക്ക് തോന്നിപ്പോകുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ. 60 വയസ്സ് 70 വയസ്സ് 80 വയസ്സ് 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചാലും ഖിയാമത്ത് നാളിൻ്റെ ഒരു പ്രകമ്പനവും ഒരു വരവും ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എല്ലാം മറന്നുപോകും. ഒറ്റ ദിവസം മാത്രം ദുനിയാവിൽ ജീവിച്ചതുപോലെ അവർക്ക് തോന്നും. ഇപ്പം നമുക്കങ്ങനെ തോന്നൂല. ഇപ്പം നമുക്കിങ്ങനെ ദുനിയാവ് എന്നും ഉണ്ടാവും, മക്കളെന്നും ഉണ്ടാവും, കുടുംബം എന്നും ഉണ്ടാവും, നമ്മുടെ കൊട്ടാരം, നമ്മുടെ വാഹനം, നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ സൗഭാഗ്യങ്ങൾ എന്നും ഉണ്ടാകും എന്ന ഉറപ്പിൻ്റെ മേലാണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഖിയാമത്ത് നാളിനെയും പരലോകത്തെയും വിശ്വാസമുള്ള മുഅ്മിനീങ്ങളാരും അങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദുനിയ സിജുനുൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ ജയിലറയാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത് എന്താണ്? കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ്, അല്ലയോ അലിയാരി തങ്ങളെ, ദുനിയാവിൽ നീ ഒരു വിദേശിയെ പോലെയാവുക. ഇപ്പോൾ ഇവിടെ നിന്ന് ഗൾഫിൽ പോകുന്നവർ ജോലി ചെയ്ത് 2 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വരാൻ വേണ്ടി പോകുന്നയാളാണ്. ഇതൊരു വിദേശിയാണ്. ഞാനിപ്പോൾ ഒരു പ്രസംഗത്തിന് മംഗലാപുരത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ബഹ്റൈനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഖത്തറിലേക്ക് പോകുന്നു, ഞാനവിടെ സ്ഥിര താമസത്തിന് പോകുന്നതല്ല. കഅന്ന ഗരീബ്, ഞാനൊരു വിദേശിയെ പോലെയാണ്, വിദേശിയാണ്. അവിടെ പോകുമ്പോൾ നമ്മൾ വിദേശി എന്നാണ് പറയുക. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കയറുകയാണ്. 1-2 ദിവസം അല്ലെങ്കിൽ 2-3 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഇതുപോലെയാണ് ദുനിയാവ്. അത്ര സമയം. ഔ ഓബിറു സബീൽ, നബി തങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു വഴി മുറിച്ച് കിടക്കുന്നവൻ. ഒരാൾ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ ആ റോഡ് മുറിച്ച് കിടക്കുമല്ലോ,
അത്രേ ഉള്ളൂ നമ്മുടെ ഈ ലോകം. ആ റോഡ് മുറിച്ച് കിടക്കുന്ന ദൂരം അത്രേ ഉള്ളൂ നമ്മുടെ ഈ ദുനിയാവ് എന്നാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പക്ഷേ നമ്മളതിനെ എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്, സ്വപ്നം പോലെ എന്നാണ്. നമ്മൾ ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഇങ്ങനെ കാണുന്നു. നമ്മളിങ്ങനെ പോകുന്നു, ഫ്ലൈറ്റിൽ കയറുന്നു, നമ്മൾ ലണ്ടനിൽ പോകുന്നു, അമേരിക്ക ഇങ്ങനെ കാണുകയാണ്. പക്ഷേ നേരം പുലരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇത്ര തന്നെ ഉള്ളൂ ദുനിയാവ്. നമ്മളിങ്ങനെ ഭാര്യ, മക്കൾ, കുടുംബം, സന്തോഷം ഇങ്ങനെ ആനന്ദിച്ച് ആഹ്ലാദിച്ച് ഇങ്ങനെ ജീവിക്കുമ്പോൾ പെട്ടെന്ന് ഖിയാമത്ത് നാൾ, അല്ലെങ്കിൽ പെട്ടെന്ന് മരണം. അള്ളാഹിൻ്റെ ഖുർആൻ ഇവിടെ പറയുന്നു എന്താണ്, കഅന്നഹും യൗമ യറൗന ലം യൽബസൂ ഇല്ലാ അശിയ്യതൻ ഔ ളുഹാ. ഒരു രാത്രിയോ ഒരു പകലോ താമസിച്ചതുപോലെ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെയാണ് ശാശ്വത ജീവിതം തുടങ്ങുന്നത്. ഇവിടെയാണ് അള്ളാഹു വരയിട്ട് സൂറത്തു നാസിയാത്തിൻ്റെ അവസാനിപ്പിക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമ്മുടെ ഈ ദുനിയാവ് ഒന്നുമല്ല. നമ്മളിതിനു വേണ്ടി ഉമ്മായെ വെറുപ്പിച്ചു, വാപ്പായെ വെറുപ്പിച്ചു, കുടുംബക്കാരെ അകറ്റി, അയൽവാസികൾ തമ്മിലിടിച്ചു, കുശുമ്പ്, അസൂയ, വെറുപ്പ്. ഹജ്ജിൻ്റെ മാസമല്ലേ ഇപ്പോൾ. ഹജ്ജിന് പോകാൻ വേണ്ടി ഒന്ന് പൊരുത്തം ചോദിക്കുമ്പോൾ പോലും ഇറങ്ങടാ വീട്ടിന് പുറത്തേക്കെന്ന് പറഞ്ഞ് നാം കുടുംബത്തിൻ്റെ മഹിമ, പിന്നെ പണ്ടത്തെ വഴക്കും വക്കാണവും തലയിൽ വെച്ച് പരിശുദ്ധ ഹറമിൽ പോകുന്നവർക്ക് പോലും പൊരുത്തപ്പെട്ടു കൊടുക്കാത്ത രീതിയിൽ കുടുസായ മനസ്സുമായി കഴിയുമ്പോൾ നിങ്ങളോടാണ്, ഖുറൈശികളോടല്ല, ശത്രുക്കളോടല്ല, നിങ്ങളോടാണ്, നിങ്ങളുടെ മുഖത്ത് നോക്കിയാണ് സൂറത്തു നാസിയാത്ത് സംസാരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് അള്ളാഹു ഇവിടെ അവതരിപ്പിച്ച് വച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാ. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് തരട്ടെ. അടുത്ത ആഴ്ചയിൽ നാം പഠിക്കുന്ന സൂറത്തു നബ ആണ്. പണ്ട് മുതലേ മദ്രസകളിലൊക്കെ നമ്മളിങ്ങനെ കുഞ്ഞു മക്കളായിരിക്കുമ്പോൾ പറയൂലേ, അമ്മ എത്തിയോ എന്ന് ചോദിക്കൂലേ. അമ്മ വരെ പഠിച്ചാൽ ഒരു ജുസു പൂർത്തിയായി എന്നാണ് ചെറിയ കുട്ടികൾ, സൂറത്ത് നാസ് മുതൽ. അപ്പോൾ നമ്മൾ ഒരു ജുസു തീർക്കാൻ പോവാണ്. അൽ ജവാബ് അതിൻ്റെ ഒരു ജുസു പൂർത്തിയാക്കാൻ പോവാണ്. ഈ മറ്റ് പ്രോഗ്രാമുകളിലൊക്കെ 1000 എപ്പിസോഡാകുമ്പോൾ 2000 എപ്പിസോഡാകുമ്പോൾ ആഘോഷങ്ങളും ബലൂൺ പൊട്ടിക്കലും മെഴുകുതിരി കത്തിക്കലും കേക്ക് മുറിക്കലും ഒക്കെയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ജുസ് പൂർണ്ണമായും അൽ ജവാബ് ആദ്യം മുതൽ അവസാനം വരെ കണ്ട ആൾ പഠിച്ചിരിക്കുകയാണ്. അവർ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും ഒരു തഫ്സീറിൻ്റെ ഒരു ജുസ് പൂർണ്ണമായും പഠിച്ചു തീർന്നിരിക്കുന്നു. ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ കേട്ടിരിക്കുന്നു, പഠിച്ചില്ലെങ്കിലും. അൽഹംദുലില്ലാ. അതിൻ്റെ പ്രതിഫലം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അള്ളാഹു അത് പൂർണ്ണമായും നമുക്ക് തരുമാറാകട്ടെ, പൂർണ്ണമായും അത് നമുക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ മുന്നിൽ ഈ എപ്പിസോഡിൻ്റെ ഫസ്റ്റ് കഴിഞ്ഞിട്ട് ചോദ്യം വായിക്കാനിരിക്കുന്ന ഹബീബ് എന്ന് പറയുന്ന സഹോദരനാണ് ഈ പ്രോഗ്രാമിന് വേണ്ടി രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുന്നതും ഇത് തയ്യാറാക്കുന്നതുമൊക്കെ ആ സഹോദരനാണ്. അപ്പോൾ നിങ്ങളുടെ ദുആ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനും കൂടി ദുആ ചെയ്യണം. കാരണം ഇത് ഖുർആനാണ്. ഇത് കേവലം നമുക്കാർക്കും ഒരു സാമ്പത്തിക സ്വരൂപണത്തിനുള്ള ഒരു വലിയ പ്രോഗ്രാമായിട്ട് നിങ്ങൾ കരുതരുത്. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഖുർആനിൻ്റെ വചനാമൃതം ആഴ്ന്നിറങ്ങുകയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ ഒരു ജുസു നാം പൂർത്തിയാക്കി ഇൻഷാ അല്ലാഹ് 30 ജുസുവും പൂർണ്ണമായി പഠിച്ച് ഒരു ഖുർആനിൻ്റെ പണ്ഡിതനാകാൻ ഈ അൽ ജവാബിലൂടെ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ അടുത്ത ആഴ്ചയിൽ 1-ാമത്തെ ജുസ് പൂർത്തിയാകുന്ന, അല്ലെങ്കിൽ ഖുർആനിലെ 30-ാമത്തെ ജുസ് പൂർത്തിയാകുന്ന, സൂറത്ത് നാസ് മുതൽ അമ്മ വരെ പൂർത്തിയാകുന്നതിൻ്റെ സൂറത്ത് നബ് എന്ന അധ്യായമാണ് അടുത്ത ആഴ്ചയിൽ തുടങ്ങുന്നത്. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് തരട്ടെ. ഈ ആഴ്ചയിലെ വിജ്ഞാനപ്രദമായ ചോദ്യശേഖരണത്തിലേക്കും അതിൻ്റെ മറുപടിയിലേക്കും അൽഹംദുലില്ലാ പ്രവേശിക്കുകയാണ്. സാധാരണ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ചെറിയ ദുആ ഉണ്ടല്ലോ. എന്നാൽ കഴിഞ്ഞ റമളാനിൽ ഞങ്ങളുടെ മഹല്ലിലെ പഠന ക്ലാസ്സിൽ ഇവിടുത്തെ ഉസ്താദ് ഒരു വലിയ ദുആ പറഞ്ഞു തന്നു. ഈ 2 ദുആക്കൾ ചേർത്ത് ഓതിയത് കൊണ്ട് സുന്നത്തിൻ്റെ കൂലി കിട്ടുമോ? സാധാരണ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ പറയുന്ന ദുആ ചെറിയ പ്രായം മുതൽ മദ്രസയിൽ വളരെ എളുപ്പത്തിന് സിമ്പിളായി പറയാൻ പറ്റുന്ന രീതിയിൽ പഠിച്ച ദുആയാണ് അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യ. അവിടെ കഴിഞ്ഞു. അല്ലാഹുവേ, നിൻ്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു, ഞാൻ എഴുന്നേൽക്കുന്നു. അങ്ങനെയാണ് ദുആ. അത് ഏകദേശം ഒരു 90% കുട്ടികൾക്കും അറിയാം, ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ അറിയാം. അറിഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അത് പറയണം. അതിന് വലിയ കൂലിയാണ്. അത് പറഞ്ഞുകൊണ്ട് ഉറങ്ങുന്നവർക്ക് ഒരുപാട് ഗുണമുണ്ട്, ഒരുപാട് പ്രതിഫലമുണ്ട്, ഒരുപാട് നേട്ടമുണ്ട്. അൽഹംദുലില്ലാ. പിന്നെ രണ്ടാമത് ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിന്, റമദാനിൻ്റെ ക്ലാസ്സിൽ
പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് പറഞ്ഞു കൊടുത്ത വലിയ ദുആ, ആ വലിയ ദുആ ചെയ്തെങ്കിലേ സുന്നത്ത് കിട്ടുള്ളൂ എന്നൊന്നുമില്ല. ചെറിയ ദുആ പറഞ്ഞാലും നമ്മൾ ഉറങ്ങുമ്പോൾ പറയുന്ന ദിക്റിൻ്റെ കൂലി കിട്ടും. വലിയ ദുആ എന്ന് പറയുന്നത് ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി വർഹംഹാ ഫഇൻ അർസൽതഹാ വഹ്ഫൽഹാ ബിമാ തഹ്ഫളു ബിഹി ബാറക സ്വാലിഹീൻ. ഇതാണ്. ഇത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ചെറിയ പ്രായത്തിൽ അത് മനഃപ്പാഠമാക്കാൻ ആരും നിർബന്ധിക്കാത്തത്. അല്ലാഹുമ്മ ബിസ്മിക അമൂത്തു വഹിയ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്, അത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും, മനഃപ്പാഠമാക്കാൻ പറ്റും. മറ്റത് വലിയ ഒരു ഭാരമേറിയ വലിയ ദുആയാണ്. ആ ദുആ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, എല്ലാവരും മനഃപ്പാഠമാക്കാനും എല്ലാവരെ കൊണ്ട് പറയിപ്പിക്കാനും ഒന്നും കഴിയില്ല. അതുകൊണ്ടാണ് അതങ്ങനെ സജീവമായിട്ട് എല്ലാവരും ചെയ്യാത്തത്. എന്നാലും ഒരുവിധം കുറച്ചൊക്കെ പക്വത എത്തിയ അറിവുള്ള ആളുകൾ ഈ ദുആ തന്നെ പറഞ്ഞിട്ട് കിടക്കലാണ് നല്ലത്. ബിസ്മിക റബ്ബി വളഅതു ജംബി. അത് നമ്മൾ ഈ പറയുന്ന അർത്ഥം തന്നെയാണ്, കുറച്ച് വിശാലമായി കുറച്ചുകൂടി പ്രതിഫലം കിട്ടുന്ന തരത്തിൽ അള്ളാഹുവിലേക്ക് നമ്മുടെ ശരീരത്തിൽ അങ്ങനെ കിടക്കുന്നു. അള്ളാഹു നീ റൂഹ് പിടിക്കുകയാണെങ്കിൽ ബറക്കത്തായിട്ട് പിടിക്കണം, തിരിച്ചു തരികയാണെങ്കിൽ ഹറാമിൽപ്പെടാതെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് വ്യാപ്തിയുള്ള അർത്ഥം വരുന്ന ദുആയാണ്. അതും പറയാം. അത് പറയുമ്പോൾ അതിന് പ്രതിഫലം കൂടുതൽ കിട്ടും. സുന്നത്ത് ഉറങ്ങുമ്പോൾ പറയുന്നത് ദിക്റിൻ്റെ പ്രതിഫലം, ഒറ്റ പ്രതിഫലം, അത് ഇൻഷാ അല്ലാഹ് ചെറുത് പറഞ്ഞാലും വലുത് പറഞ്ഞാലും അൽഹംദുലില്ലാഹ് ലഭിക്കും. പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് പ്രവേശിച്ചാൽ ഖബറാളികൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ഏറ്റവും അത്യാവശ്യമായി ഓതൽ അനിവാര്യമായ ദുആ എന്താണ്? വളരെ നല്ല ചോദ്യമാണ്. കാരണം ഏകദേശമുള്ള വെള്ളിയാഴ്ചകളിലൊക്കെ മരണപ്പെട്ടവരുടെ ഖബർസ്ഥാനിൽ സലാം പറയുകയും ഫാത്തിഹ ഓതുകയും ചെയ്യുന്ന ഒത്തിരി ആളുകൾ നമുക്കിടയിലുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, നമ്മൾ ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുക, അള്ളാഹുവെ എൻ്റെ ഉപ്പയാണ്, എൻ്റെ മകനാണ്, എൻ്റെ ഉമ്മയാണ്, നീ പുറത്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിറകണ്ണുകളോട് അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ഒരു 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഒരു 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓരോ ഖബർസ്ഥാനിനും ഇത് ഓതിയിട്ട് അള്ളാഹുവെ ഈ പള്ളിയുടെ ചുറ്റും അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ ഖബറാളികൾക്കും ഞാനിത് ഹദിയ ചെയ്യുന്നു റബ്ബേ, അവർക്ക് എത്തിച്ചു കൊടുക്കണേ പടച്ചോനെ എന്ന് ദുആ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഖബറാളികൾക്ക് വലിയ സമാധാനത്തിന് ഈ സൂറത്തുൽ ഇഖ്ലാസ് 10 പ്രാവശ്യം ഓതുന്നത് നല്ലതാണ് എന്ന് ഹദീസുകളിലുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ചെയ്യാം. പിന്നെ ഖബറാളികൾക്ക് സലാം പറയുന്നത് ഞാൻ നേരത്തെ കുറേ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമി മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അള്ളാഹു നമുക്കൊക്കെ ഈമാനോടെ മരിക്കാനും നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ഖബറിൻ്റെ ചാരത്ത് നമ്മുടെ മക്കൾ, നമ്മുടെ ബന്ധുക്കൾ നിറകണ്ണുകളോടെ യാസീൻ ഓതി ഫാത്തിഹ ഓതി ദുആരെന്ന് ഹദിയ ചെയ്യാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടിൻ്റെ അകത്ത് മീൻ വളർത്തുന്നതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? എൻ്റെ കുട്ടികൾ വളരെ നിർബന്ധിക്കുന്നുണ്ട്. ഉസ്താദ് പറയും പോലെ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. കുട്ടികൾ വളരെ നിർബന്ധിക്കുന്നത് കൊണ്ട് മീൻ വീട്ടിൽ വളർത്താൻ വേണ്ടി നിൽക്കണ്ട. കാരണം കുട്ടികളുടെ നിർബന്ധം എന്ന് പറയുന്നത് 2 ദിവസം ഉണ്ടാവുള്ളൂ. അവർ വീട്ടിൽ മീനൊക്കെ കൊണ്ടുവന്ന് കണ്ട് ആയി ഹൂയി എന്നൊക്കെ ആക്കി 3 ദിവസം കഴിയുമ്പോൾ അത് അവിടെ കിടന്ന് ചാവും. അപ്പോൾ അതിൻ്റെ ശിക്ഷ കൂടി അവസാനം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് കുട്ടികൾ കുറച്ചുകൂടി പക്വതയിലേക്ക് എത്തട്ടെ. നല്ല വലുതായതിനു ശേഷം പറയുകയാണെങ്കിൽ വാങ്ങിക്കൊടുക്കുക. ചെറിയ പ്രായത്തിലുള്ള എല്ലാം അവർക്ക് 2 ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ. നമ്മളൊരു കളിപ്പാട്ടം വാങ്ങിക്കൊടുത്താലോ അല്ലെങ്കിൽ ഒരു മീൻ വളർത്താൻ വേണ്ടി കൊടുത്താലോ ഒരു കിളിയെ പിടിച്ച് ഒക്കെ 2 ദിവസത്തെ ഒരു സന്തോഷം, അതിൻ്റെ 2 കരച്ചിലും 2 വിളിയൊക്കെ കേൾക്കുമ്പോൾ അത് കളഞ്ഞ് പിന്നെ അവർ അതിൻ്റെ അടുത്തേക്ക് വരില്ല. അതുകൊണ്ട് കുട്ടികളുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് നിങ്ങളത് ചെയ്യണ്ട. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങളുടെ വീട്ടിനകത്തോ പുറത്തോ കുളം വെട്ടിയിട്ടോ പിന്നെ സ്വിമ്മിംഗ് പൂള് പോലെ കെട്ടിയിട്ടോ വലിയ പാത്രം കൊണ്ടുവന്നിട്ടോ ഒക്കെ നിങ്ങൾക്ക് മീൻ വളർത്താം. അതിനൊന്നും ഒരു തടസ്സമില്ല. പക്ഷേ അതിന് കൃത്യമായി കൊടുക്കേണ്ടത്, അതിന് കിട്ടേണ്ട ഫുഡ്, അതിന് കിട്ടേണ്ടുന്ന ഒരു അന്തരീക്ഷം, അതിന് കിട്ടേണ്ടുന്ന ഒരു ജീവിതം അത് നിങ്ങൾ കൊടുക്കണം. അതിനെ കടലിൽ നിന്ന് പിടിച്ച് അല്ലെങ്കിൽ മറ്റു സ്ഥലത്തു നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിനെ ഉപദ്രവിക്കുക, അത് നമ്മളെവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ അത് ചത്തു മലന്ന് അതിൽ കിടക്കുക, അതൊക്കെ നമ്മുടെ വീടിന് ഭയങ്കര മോശമാണ്. നമ്മൾ ചെയ്യരുത്. ജീവജാലങ്ങളെ എപ്പോഴും നമ്മൾ സ്നേഹിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നോക്കാൻ കഴിയില്ലെങ്കിൽ, സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ, അതിനെ ഇഷ്ടപ്പെടാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, അതിനെ നമ്മൾ വാങ്ങി വളർത്തരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നോക്കാനും
അതിന് ശിക്ഷണം കൊടുക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാനും ഒക്കെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മത്സ്യത്തെ വീട്ടിനകത്തോ പുറത്തോ ഒക്കെ വളർത്താവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ. ഒത്തിരി ആളുകൾ പരിശുദ്ധ ഹറമിൽ പോയിട്ട് വിളിക്കുന്നുണ്ട്, ഉസ്താദെ ഇവിടെ നിന്ന് കത്തയക്കാനൊന്നും കഴിയില്ല, നമ്മളിപ്പോൾ ഹറമിലെത്തിയിട്ടുണ്ട്, ഹജ്ജുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളുണ്ട്, ഉംറയുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളുണ്ട്, ഇഹ്റാമുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളുണ്ട്. എല്ലാവർക്കും നേരിട്ട് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തതിന് ശേഷം പിന്നീട് സൗകര്യം പോലെയൊക്കെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആളുകൾക്ക് നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ട് ഉപകാരമുണ്ട്. അവർ പരിശുദ്ധ ഹറമിൽ പോയതിന് ശേഷം പോലും എന്ത് ചെയ്യുന്നുണ്ട്, സംശയങ്ങൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ടല്ലോ. അത് തന്നെ നമുക്ക് വലിയ സന്തോഷമാണല്ലോ. നമ്മൾ പഠിച്ചത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, അതനുസരിച്ച് അവർ അള്ളാഹുവിൻ്റെ ഹറമിൽ ലക്ഷക്കണക്കിന് ഹാജിമാർക്കിടയിൽ ഒരാൾ നമ്മളോട് ചോദിച്ചിട്ട് ഇങ്ങനെയാണ് ഉസ്താദ് പറഞ്ഞതെന്ന് പറഞ്ഞ് അമൽ ചെയ്യുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെ ഹജ്ജിന് പോയുടെ ഹജ്ജ് ഉംറയും എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ അൽജവാബിലേക്കും ധാരാളം കത്തുകൾ, സംശയങ്ങൾ, അതുപോലെ പ്രാർത്ഥന, വസിയത്തുകളൊക്കെ എഴുതി അറിയിച്ച ഒരുപാട് സഹോദരിമാർ, സഹോദരങ്ങൾ, അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അതിനോടൊപ്പം തന്നെ ഏറ്റവും നല്ല പഠനാർഹമായ ഓരോ ആഴ്ചയിലെ ചോദ്യം, ഈ ആഴ്ചയിലെ ചോദ്യകർത്താവിനുള്ള 1ാം സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡ് തിരുവനന്തപുരം ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള സ്വർണ്ണ വ്യാപാര സ്ഥാപനമാണ്. അൽഹംദുലില്ലാ, ഒരുപാട് പാവങ്ങൾക്കൊക്കെ സഹായം ചെയ്യുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളരെ കുതിച്ചുയരുകയാണ്. ഇനിയും ആ ഉയർച്ച അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. 2ാം സമ്മാനം കൊടുക്കുന്നത് MK സിഗ്നേച്ചർ കൊല്ലം. അൽഹംദുലില്ലാ, ശങ്കേഴ്സ് ഹോസ്പിറ്റൽ കൊല്ലം, അതിൻ്റെ നേരെ എതിർവശമാണ് മനോഹരമായ ഈ വസ്ത്രവ്യാപാര സ്ഥാപനം. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സുഹൃത്ത് നാസറുദ്ദീൻ സാഹിബും അദ്ദേഹത്തിൻ്റെ കുടുംബവും കൂടപ്പിറപ്പുകളും വളരെ സന്തോഷമായിട്ട് കൊണ്ടുപോകുന്ന ആ വ്യാപാര സ്ഥാപനത്തിന് എല്ലാവിധ അഭിവൃദ്ധിയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരും ഒരുപാട് ചാരിറ്റികളും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം അള്ളാഹു ബർക്കത്തിലാക്കുമാറാകട്ടെ. ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ദുആ, ഏതായാലും സൂറത്തു നാസിയാത്ത് ഇവിടെ അവസാനിച്ചു. സൂറത്ത് നാസിയാത്തിനകത്ത് പരലോകവും ഖിയാമത്ത് നാളും ഒക്കെ അള്ളാഹു ധാരാളം പ്രതിപാദിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പരലോകം, തീ കത്തി നിൽക്കുന്ന മഹ്ശറ, ചെമ്പ് പഴുത്ത തറ, കഴുത്ത അറ്റം വരെ വിയർപ്പിൽ കുളിച്ച് നിൽക്കുന്ന ഭീതിയുടെ മുൾമുനയിൽ മനുഷ്യൻ നിന്ന് എരിപിരി കൊള്ളുന്ന ആ മഹ്ശറ വനസഭയിലെ വിജയത്തിന് വേണ്ടിയുള്ള ഒരു ദുആ, അവിടെ വിലപ്പെട്ട സമ്മാനം അള്ളാഹു കൊടുക്കുന്നുണ്ട്. അത് കിട്ടുന്നതിനുള്ള ഒരു ദുആയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ അളില്ലനാ ഫിൽ ഹശ്ർ بمظلة لواء الحمد واسقنا من حوض نبيك محمد صلى الله عليه وسلم. اللهم أظلنا في الحشر بمظلة لواء الحمد واسقنا من حوض نبيك محمد صلى الله عليه وسلم. اللهم أظلنا، اللهم أظلنا بمظلة لواء الحمد. اللهم أظلنا بمظلة لواء الحمد، بمظلة لواء الحمد. اللهم أظلنا بمظلة لواء الحمد واسقنا من حوض نبيك محمد صلى الله عليه وسلم. اللهم أظلنا, പടച്ചവനെ ഞങ്ങൾക്ക് നീ തണൽ നൽകണമേ, ഫിൽ ഹശ്ർ, മഹ്ശറയിൽ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഞങ്ങൾക്ക് നീ തണൽ നൽകണമേ. ബിമദില്ലത്തി ലിവാഇൽ ഹംദ്, ലിവാഉൽ ഹംദ് എന്ന കുടയുടെ തണൽ. ലിവാഉൽ ഹംദ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു കുടയാണ് പരലോകത്ത്, പതാകയാണ്. പതാക, ലിവാ എന്ന് പറഞ്ഞാൽ കൊടി. അപ്പോൾ ആ ഒരു വലിയ പതാകയുടെ പുറകിൽ നിന്നുകൊണ്ടുള്ള തണൽ ഞങ്ങൾക്ക് നീ നൽകണമേ. വസ്ഖിനാ മിൻ ഹൗദി നബിയിക്, ഞങ്ങൾക്ക് നിൻ്റെ മുഹമ്മദും തെരഞ്ഞെടുക്കപ്പെട്ടവനായ മുസ്തഫായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദിൽ നിന്ന് കുടിപ്പിക്കുകയും ചെയ്യണമേ. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഒന്ന് കിട്ടിയാൽ തന്നെ മാഷാ അല്ലാഹ് നമ്മൾ വിജയിച്ചു. അപ്പോൾ ഈ ദുആ നിരന്തരം നമ്മളിങ്ങനെ ചൊല്ലുക. നിരന്തരം പറയുമ്പോൾ അള്ളാഹുവിന് കരുണ തോന്നിയിട്ട്
ഇരിക്കട്ടെ, പാവപ്പെട്ടവനല്ലേ, കുറേ ദിവസമായില്ല തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് അള്ളാഹു അങ്ങ് പരിഗണിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടല്ലോ. അല്ലാഹുമ്മ അളില്ലനാ ഫിൽ ഹശർ ബിമളില്ലത്തി ലിവാഇൽ ഹംദ് വസ്ഖിനാ മിൻ ഹൗദി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അളില്ലനാ ഫിൽ ഹശർ, പടച്ചവനെ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഞങ്ങൾക്ക് നീ തണൽ നൽകണമേ. ബിമളില്ലത്തി ലിവാഇൽ ഹംദ്, ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന പതാകയുടെ കുടയുടെ തണൽ ഞങ്ങൾക്ക് നൽകണമേ. വസ്ഖിനാ മിൻ ഹൗദി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദ് ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്യണമേ എന്ന മനോഹരമായ പ്രാർത്ഥന. അൽഹംദുലില്ലാ, ഈ പ്രാർത്ഥനയും ഈ പഠനവും ഈ ഖുർആനിൻ്റെ വചനാമൃതവും ഒക്കെ നമുക്ക് എത്തിച്ചു തരുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരീരത്തെ ചികിത്സിക്കുക. അൽ ജവാബിലൂടെ അവർ സ്പോൺസർ ചെയ്യുമ്പോൾ അത് മനസ്സിൻ്റെ ചികിത്സ കൂടി ആയി മാറുന്നു. അൽഹംദുലില്ലാ, ഈ മാനസിക ചികിത്സയ്ക്ക് വേണ്ടി പണം ചിലവഴിക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് പ്രഗതി ആയുർവേദ ഹോസ്പിറ്റലിലെ കൊല്ലം കരുനാഗപ്പള്ളി, പത്തനാപുരം, എറണാകുളം ഇടപ്പള്ളി, മലപ്പുറം ജില്ലയുടെ എടപ്പാൾ, ഇവിടെയൊക്കെയുള്ള ആ ഹോസ്പിറ്റലിൻ്റെ അകത്ത് വരുന്ന മുഴുവൻ രോഗികൾക്ക്, അത് ഷുഗറാണോ, പ്രഷറാണോ, വാദമാണോ, പിത്തമാണോ, എന്ത് രോഗമാണോ, നട്ടൽ വേദനയാണോ, തേയ്മാനമാണോ, എന്ത് രോഗമാണോ, അതൊക്കെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രോഗ്രാമിൻ്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സുമനസ്സിൻ്റെ സന്തോഷം കൊണ്ട് അല്ലാഹു പൂർണ്ണമായും ശിഫാ ചെയ്തു കൊടുക്കുമാറാകട്ടെ എന്ന് കാര്യമായി ദുആ ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം നിങ്ങൾ എഴുതി അറിയിക്കുക. അൽ ജവാബ്, AM നൗഷാദ് ബാക്കവി, ദാറുൽ ഇഷ്ക്, തെന്നൂർക്കുണം, മുടപുരം PO, ചിറയൻകീഴ്, തിരുവനന്തപുരം. നിങ്ങളെല്ലാവരും ഈ വിനീതനും ഈ പ്രോഗ്രാമിൽ കൂടെ സഹകരിക്കുന്നവർക്കും വേണ്ടി ദുആ ചെയ്യുക. ഹജ്ജിൻ്റെ സമയമാണ്. ഹജ്ജിന് പോയ മുഴുവൻ ആളുകളുടെയും അമലുകൾ അള്ളാഹു സ്വീകരിക്കാനും നമുക്കൊരു പ്രാവശ്യം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹറമിലെത്താനും നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത വെള്ളിയാഴ്ചയിൽ സൂറത്തുൻ നബഅ അഥവാ അമ്മ യതസാഅലൂൻ എന്ന സൂറത്തിൻ്റെ വിശദീകരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാവങ്ങളെത്ര പൊഴിഞ്ഞു വീണൻ പാരിലെ ജീവതരുവിൽ നിന്നും, പാവങ്ങളെത്ര പൊഴിഞ്ഞു വീണൻ പാരിലെ ജീവതരുവിൽ നിന്നും, പാവന ചോലയിൽ മുങ്ങിക്കറിയ പാവമൻ